Okay, good evening students. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പ്രോട്ടീൻസ്. ബയോകെമിസ്ട്രി സെക്കൻഡ് സെമസ്റ്റർ ബി.എസ്.സി നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണിത്. അതിൽ ബയോകെമിസ്ട്രി എന്ന സബ്ജക്റ്റിൽ മൂന്നാമത്തെ ചാപ്റ്റർ യൂണിറ്റ് 3 ഓൾറെഡി നമ്മൾ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തു. യൂണിറ്റ് 3 മാത്രമാണ് ലെഫ്റ്റ് ആവുന്നത്. പിന്നെ യൂണിറ്റ് 2-ൽ ഒരു മെറ്റബോളിസം, ലിപ്പിഡ് മെറ്റബോളിസം കൂടെ ലെഫ്റ്റ് ആയിട്ടുണ്ട്. മീൻസ് അത് എടുക്കാനുണ്ട്. ബാക്കി അതും കൂടെ ആവുമ്പോൾ നമ്മുടെ ഈ ബയോകെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് പഠിക്കാൻ വേണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് മറ്റു സോഴ്സസ് നിന്ന് ക്ലാസ്സുകൾ എന്തെങ്കിലും നന്നായിട്ട് കിട്ടാത്തതോ അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയതോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ കേട്ടിട്ട് മനസ്സിലാകാത്തതോ ഒക്കെ അവരാണെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് പഠിക്കാം, യൂസ്ഫുൾ ആകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ സിലബസ് ബേസ്ഡ് ആയിട്ട് ബയോകെമിസ്ട്രിയിൽ എല്ലാ പോർഷൻസും, ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസ് എക്സെപ്റ്റ് യൂണിറ്റ് 3 എല്ലാം തന്നെ ഏകദേശം എടുത്തിട്ടുണ്ട്. യൂണിറ്റ് 3 നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഒരു 5 ക്ലാസ് കൊണ്ട് നമ്മൾ ഈ പ്രോട്ടീൻസ് കംപ്ലീറ്റ് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും പിന്നെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും കിട്ടുന്ന ഒരു പോർഷനാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അത്രയും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം നിങ്ങൾ അത്രയും ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ പഠിക്കുക. ഇച്ചിരി കുറച്ച് ലെങ്തിയുമാണ്, മറ്റേ ചാപ്റ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള പോർഷനും കൂടിയാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ കമൻസും സജഷൻസൊക്കെ ഒന്ന് എഴുതാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്രോട്ടീൻസ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് എല്ലാ ആസ് യൂഷ്വൽ മറ്റെല്ലാ ചാപ്റ്റേഴ്സ് ഞാൻ പറയുന്ന പോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെയും സിലബസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പ്രോട്ടീൻ ആസ് പെർ യുവർ ലേറ്റസ്റ്റ് സിലബസ്, പ്രോട്ടീൻ്റെ സിലബസ് ആണിത്. ഫസ്റ്റ് അതിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സ് ബേസ്ഡ് ഓൺ ന്യൂട്രീഷൻ. അതായത് അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻസിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഓക്കെ, കുറേ അമിനോ ആസിഡ്സ് ചേരുമ്പോഴാണ് പ്രോട്ടീൻസ് നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ അമിനോ ആസിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം. അപ്പോൾ അത് എല്ലാ ഒരുപാട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ബയോകെമിസ്ട്രി പഠിക്കാനുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾ പ്രധാനപ്പെട്ടതായിട്ട് ഇവിടെ പഠിക്കേണ്ടത് ന്യൂട്രീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനും മെറ്റബോളിക് റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഈ 2 ക്ലാസിഫിക്കേഷനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. വിത്ത് എക്സാമ്പിൾസ് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അതാണ് പ്രധാനമായിട്ട് ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിക്കാനുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സ് ബേസ്ഡ് ഓൺ ന്യൂട്രീഷൻ ആൻഡ് മെറ്റബോളിക് റേറ്റ് വിത്ത് എക്സാമ്പിൾസ്. നെക്സ്റ്റ് ഉള്ളത് ഡൈജഷൻ, അബ്സോർപ്ഷൻ, മെറ്റബോളിസം ഓഫ് പ്രോട്ടീൻസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് പ്രോട്ടീൻസ് ആണ്, ഡൈജഷൻ. അപ്പോൾ അതിന് മുന്നേറ്റി ഇതിനിടയ്ക്ക് നിങ്ങൾ ഇൻഡയറക്ട്ലി അവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ഡൈജഷനും അബ്സോർപ്ഷനും പഠിക്കണമെങ്കിൽ പ്രോട്ടീൻസ് എന്താണെന്നും അതിൻ്റെ ക്ലാസിഫിക്കേഷനും അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡൈജഷനും അബ്സോർപ്ഷനും മെറ്റബോളിസം അതും റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് നമുക്ക് ജസ്റ്റ് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെയുള്ളത് ബയോളജിക്കലി ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് സിന്തസൈസ്ഡ് ഫ്രം വേരിയസ് അമിനോ ആസിഡ്സ്. ഓൺലി നെയിംസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സുകൾ ഏതൊക്കെയാണെന്നും ഇൻബോൺ ഇറേഴ്സ് ഓഫ് അമിനോ ആസിഡ്സ് മെറ്റബോളിസും പിന്നെ ഓൺലി അരോമാറ്റിക് അമിനോ ആസിഡ്സ് ബ്രീഫായിട്ട് പഠിച്ചാൽ മതി. പിന്നെ പ്ലാസ്മ പ്രോട്ടീൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പ്ലാസ്മ പ്രോട്ടീൻ ടൈപ്സ്, ഫങ്ഷൻസ് ആൻഡ് നോർമൽ വാല്യൂസ് അത് പഠിക്കണം. പിന്നെ നമ്മുടെ പ്രോട്ടീൻസിൻ്റെ അബ്നോർമൽ മെറ്റബോളിസം ഒക്കെ വരുമ്പോൾ പ്രോട്ടീൻ യൂറിയ, ചില ടെർമിനോളജീസ് ആണ് ഇതൊക്കെ. ഹൈപ്പോ പ്രോട്ടീനീമിയ, ഹൈപ്പർ ഗാമ ഗ്ലോബിനീമിയ, അതൊക്കെ എന്താണെന്നുള്ള മീനിങ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണിത്, അത് പഠിക്കുക. പിന്നെ ഇലക്ട്രോഫോറസിസ്, അതായത് നമ്മുടെ പ്രോട്ടീൻസ് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് പോലെയുള്ള ഒരു മെക്കാനിസമാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. അതും അതിൻ്റെ നോർമലും പാറ്റേൺ എന്താണെന്നുള്ളത് വളരെ ചുരുക്കി മാക്സിമം പോയാൽ ഒരു 5 മാർക്കിന് കണക്കാക്കി അത് പഠിക്കുക. അപ്പോൾ ഇത്രയും പോർഷൻസ് പഠിക്കുക, പ്രോട്ടീൻസിൻ്റെ ചാപ്റ്റർ കഴിയും. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞപ്പോൾ പെട്ടെന്ന് തീർന്നു, പക്ഷേ ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ഒരു പോർഷനാണ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് ക്ലിയർ ആകത്തുള്ളൂ. ഇല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് അത് ക്ലിയർ ആകത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്താണ് പ്രോട്ടീൻസ് എന്നും അതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ ആണ്. അപ്പോൾ ഞാനീ പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നോട്ട് എടുത്തതുകൊണ്ട് അപ്പോൾ ആ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് തന്നെയായിരിക്കും പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ അതുപോലെ എല്ലാം കാണാതെ പഠിക്കണമെന്നല്ല, പകരം നിങ്ങൾ ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന പോർഷൻസ് അത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ബാക്കിയുള്ളത് ജസ്റ്റ് കേട്ടിരുന്നാൽ മതിയോ. ഓക്കെ, പ്രോട്ടീൻസ് ആർ ദ മോസ്റ്റ് അബണ്ടന്റ് ഓർഗാനിക് മോളിക്യൂൾ ഓഫ് ദ ലിവിങ് സിസ്റ്റം. അതായത് നമ്മൾ ജീവനുള്ള ഏതൊരു വസ്തുവും എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സെല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സെൽ വോള് തന്നെ, സെല്ലിൻ്റെ ഏറ്റവും പുറമെ കാണപ്പെടുന്ന സെൽ വോള് പോലും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രോട്ടീൻ ഉണ്ടല്ലോ. അപ്പൊ ഏതൊരു ലിവിങ് സിസ്റ്റവും എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? പ്രോട്ടീൻ കൊണ്ടാണ് നിർമ്മിച്ചത്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഭാഗങ്ങൾ, ഒരുപാട് സ്ട്രക്ചറുകൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, ഒരു മോളിക്യൂളാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്.
They occur in every part of the cell. ഒരു സെല്ലിന്റെ എല്ലാ ഭാഗങ്ങളിലും എന്ത് കാണപ്പെടുന്നുണ്ട്? പ്രോട്ടീൻ കാണപ്പെടുന്നുണ്ട് അല്ലേ? കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 50% ഓഫ് സെല്ലുലാർ ഡ്രൈ വെയിറ്റ്. നമ്മളൊരു സെല്ല് ഉണക്കി, വെള്ളം കളഞ്ഞ് സെല്ല് ഉണക്കിയെടുത്താൽ അതിൽ 50% എന്തായിരിക്കും? പ്രോട്ടീൻ തന്നെയാണ്. ക്ലിയർ? ഡ്രൈ വെയിറ്റിലെ 50% പ്രോട്ടീൻ തന്നെയാണ്. പ്രോട്ടീൻസ് ഫോം ദ ഫണ്ടമെന്റൽ ബേസിസ് ഫോർ ഓഫ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ലൈഫ് അല്ലേ? അപ്പൊ അതായത് അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. അപ്പൊ സെല്ലിനകത്ത് തന്നെ 50% പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് പ്രോട്ടീൻ ഓൾസോ ഇറ്റ് ഫോംസ് ഫണ്ടമെന്റൽ ബേസിസ് ഓഫ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് life. Okay, the term protein is derived from a Greek word. ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത് പ്രോട്ടീൻ എന്നുള്ള വേർഡ്. ഏതാണ് ആ ഗ്രീക്ക് വേർഡ്? പ്രോട്ടിയോസ് എന്നുള്ള ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബെർസീലിയസ് എന്നുള്ള ഒരു കെമിസ്റ്റ് ആണ് സജസ്റ്റഡ് നെയിം പ്രോട്ടീൻസ് ടു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ദാറ്റ് ആർ അറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു ദ ലൈഫ്. ജീവൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പ്രോട്ടീൻ മോളിക്യൂളിന് ആ പേര് സജസ്റ്റ് ചെയ്തതാണ് ബെർസീലിയസ് എന്നുള്ള ആ ഒരു കെമിസ്റ്റ് ആണ് ഈ പേര് സജസ്റ്റ് ചെയ്തത്. ഏത് വേർഡിൽ നിന്നാണ്, ഏത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ പ്രോട്ടീൻ എന്നുള്ള വേർഡ് വന്നത്? പ്രോട്ടിയോസ് എന്നുള്ള ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് ഈ ഒരു പ്രോട്ടീൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്കറിയേണ്ട ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ ആണ്. എന്താണ് പ്രോട്ടീൻ്റെ ഫങ്ഷൻ? ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ബോഡിയുടെ ഫങ്ഷണലി സ്ട്രക്ചറൽ യൂണിറ്റ് ആയിട്ടുള്ള സെല്ല് തന്നെ അതിൻ്റെ 50% എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? പ്രോട്ടീൻ കൊണ്ട്. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി സ്ട്രക്ചർ എന്നുള്ള ഒരു ഫംഗ്ഷൻ അവിടെ ഉണ്ട് അല്ലേ? അല്ലാതെയും ചില ഫങ്ഷൻസ് ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് പഠിക്കാം. ഫസ്റ്റ് ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ. 5 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ. Proteins perform a great variety of specialized and essential functions in the living cells. നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് സഹായിക്കുന്ന ഏറ്റവും സ്ട്രക്ചറൽ ആൻഡ് ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള സെല്ലിൽ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ ഉള്ളതാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഇതിന്റെ ഫംഗ്ഷൻസിന്റെ 2 തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, സ്റ്റാറ്റിക് ഓർ സ്ട്രക്ചറൽ ഫംഗ്ഷൻ. സ്റ്റാറ്റിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. രണ്ടാമത് ഡൈനാമിക് ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് അത് രണ്ടും എന്താണെന്ന് നോക്കാം. സ്ട്രക്ചറൽ ഫംഗ്ഷൻസ് ആൻഡ് ഡൈനാമിക് ഫംഗ്ഷൻ. എന്താണ് സ്ട്രക്ചറൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ? certain proteins perform brick and mortar roles and are primarily responsible for സ്ട്രക്ചർ ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ രൂപഘടനയ്ക്ക്, ബലത്തിനും സ്ട്രക്ചറിനും ഒക്കെ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള, അതായത് കല്ലും അതിനിടയിലുള്ള കോൺക്രീറ്റ് ഇല്ലേ, അതുപോലെ നമ്മുടെ വീട് വെക്കുമ്പോൾ കല്ലും ബ്രിക്കും കട്ടയും അതിനിടയിലുള്ള കോൺക്രീറ്റ് ഇടുന്നില്ലേ, സിമെന്റ്, അതുപോലെ ബ്രിക്ക് ആൻഡ് മോട്ടാർ എന്നുള്ള അതുപോലത്തെ റോളാണ് നമ്മുടെ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഉള്ളത്. ദീസ് ഇൻക്ലൂഡ് കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ ഫൗണ്ട് ഇൻ ബോൺ മാട്രിക്സ്. അത് നമ്മുടെ ശരീരത്തിന്റെ പ്രധാന ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്ന ബോണാണ്. ആ ബോണിലുള്ള കൊലാജനും ഇലാസ്റ്റിനും എന്ന് പറയുന്നത് എന്താണ്? അതിനകത്ത് പ്രോട്ടീനാണ് കാണപ്പെടുന്നത്. പിന്നെ വാസ്കുലാർ സിസ്റ്റം, ബ്ലഡ് വെസൽസ്, അതിനകത്ത് പ്രോട്ടീൻ ഉണ്ട്. മറ്റ് ഓർഗൻസ്, പിന്നെ ആൽഫ കെരാറ്റിൻ പ്രസന്റ് ഇൻ ദ എപ്പിഡെർമൽ സെൽസ്, ടിഷ്യൂസ്, അതായത് നമ്മുടെ സ്കിന്നിൽ കാണപ്പെടുന്ന കെരാറ്റിൻ, ഇതെല്ലാം എന്താണ്? പ്രോട്ടീന് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിന്റെ സ്ട്രക്ചറൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡൈനാമിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ഡൈനാമിക് ഫംഗ്ഷൻസ് ഓഫ് പ്രോട്ടീൻസ് ആർ മോർ ഡൈവേഴ്സിഫൈഡ് ഇൻ നാച്ചുറൽ. അതായത് നമുക്ക് ഒരു തരമായിട്ട് മാത്രം പറയാൻ പറ്റത്തില്ല, മറ്റ് പല പല ടൈപ്പ് ആയിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച എൻസൈംസ്, അവിടെ ഞാൻ പറഞ്ഞത് എൻസൈംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ പ്രോട്ടീൻ മോളിക്യൂൾ. ഹോർമോൺസ്, നമ്മുടെ ഗ്ലാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ശരീരത്തിലെ അനാട്ടമി ഫിസിയോളജി നിങ്ങൾ പഠിച്ചതാണല്ലേ, ഹോർമോൺസും ഗ്ലാൻഡ്സും ഒക്കെ എന്താണ്? എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഈ ഹോർമോൺസ് എല്ലാം എന്താണ്? പ്രോട്ടീനാണ്. ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, നിങ്ങൾ ക്ലോട്ടിംഗ് മെക്കാനിസം പഠിച്ച, കൊയാഗുലേഷൻ മെക്കാനിസം അല്ലെങ്കിൽ ക്ലോട്ടിംഗ് മെക്കാനിസം പഠിച്ചതാണ്. അവിടെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടല്ലേ, അവ എല്ലാം പ്രോട്ടീനാണ്. പിന്നെ നമ്മൾ ഇമ്മ്യൂണോളജിയിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് പഠിച്ചു, അതെല്ലാം പ്രോട്ടീൻസ് ആണ്. മെംബ്രെയിനിലും മെംബ്രെയിൻ റിസപ്റ്റാസ് ഉണ്ട്, അത് പ്രോട്ടീൻസ് ആണ്. സ്റ്റോറേജ് പ്രോട്ടീൻസ് ഉണ്ട്. ഇതെല്ലാം കൂടാതെ ജനറ്റിക് കൺട്രോള്, മസിൽ കൺട്രാക്ഷൻ, റെസ്പിറേഷൻ, ഇതിനെല്ലാം എന്ത് സഹായിക്കുന്നു? പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്. സോ ഇറ്റ്സ് വെരി വെരി എസെൻഷ്യൽ ഫോർ അവർ ലൈഫ്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ 2 തിരിച്ചിരിക്കുന്നു. സ്ട്രക്ചറൽ പ്രോട്ടീൻ, സ്ട്രക്ചറൽ ഫങ്ഷൻസ് ആൻഡ് ഡൈനാമിക് ഫങ്ഷൻസ്. ഇനി നമുക്ക് അമിനോ ആസിഡ്സ്. എന്താണ് അമിനോ ആസിഡ്സ്? നമ്മൾ ഫംഗ്ഷൻ ജസ്റ്റ് ബേസിക് ഫംഗ്ഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് പ്രോട്ടീൻ എന്ന ചാപ്റ്ററിൽ പ്രോട്ടീൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്നറിയാം. പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്നത് പല അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സ് നമ്മൾ ഷോർട്ടായിട്ട് എ എന്ന് എഴുതും. അമിനോ ആസിഡ്സ്, വീണ്ടും അമിനോ ആസിഡ്സ്, വീണ്ടും അമിനോ ആസിഡ്സ്, വീണ്ടും ഇങ്ങനെ അമിനോ ആസിഡ്സുകൾ കൂടി ചേരുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്?
പ്രോട്ടീൻ ഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ആ അമിനോ ആസിഡ്സിനെ കുറിച്ച് പഠിക്കാം. Amino acids are a group of organic compounds containing two functional groups. അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്, അല്ലെങ്കിൽ ഒരു കുറെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ചേരുന്നതാണ്. പക്ഷെ അതിൽ എല്ലാത്തിലും പ്രധാനമായിട്ട് രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. അങ്ങേറ്റം ഇങ്ങേറ്റം എന്നുള്ള രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന് അമിനോ ഗ്രൂപ്പ് എന്നാണ്, ഒരറ്റത്ത് NH2 എന്നുള്ള അമിനോ ഗ്രൂപ്പും മറ്റൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് കാർബോക്സിൽ ഗ്രൂപ്പ് COOH എന്നുള്ള കാർബോക്സിൽ ഗ്രൂപ്പ്. ഈ രണ്ട് ഗ്രൂപ്പും അടങ്ങി, രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പും അടങ്ങിയിട്ടുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് അതിനകത്ത് കാണുന്നത്? ഒന്ന് അമിനോ ഗ്രൂപ്പും, അത് ബേസിക് ആണ്. പിന്നെ ആസിഡിക് ആയിട്ടുള്ള കാർബോക്സിൽ ഗ്രൂപ്പും, ഒരു ബേസിക് ഗ്രൂപ്പും ഒരു കാർബോക്സിൽ ഗ്രൂപ്പും, ഒരു ആസിഡിക് ഗ്രൂപ്പും, അല്ലെ? രണ്ട് ഗ്രൂപ്പും, ഒരു അമിനോ ഗ്രൂപ്പും ഒരു കാർബോക്സിൽ ഗ്രൂപ്പും, രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പും അടങ്ങിയ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് പഠിക്കേണ്ടത് ന്യൂട്രീഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സ് ആണ്. അതായത് നമ്മുടെ നറിഷ്മെന്റ്, നമ്മുടെ ബോഡിയുടെ ന്യൂട്രീഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ അമിനോ ആസിഡ്സ് ആണ് വേണ്ടത്, അതിനനുസരിച്ച് ന്യൂട്രീഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ, nutritional classification of amino acids. The 20 amino acids are required for the synthesis of variety proteins besides other biological functions. നമ്മുടെ സാധാരണയുള്ള ബയോളജിക്കൽ ഫങ്ഷൻസ് കൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്ത് വേണം? 10-20 അമിനോ ആസിഡ്സ് നമുക്ക് പ്രധാനമായിട്ട് വേണം. However, all these 20 amino acids need not to be taken in the diet. എന്നാൽ ഈ 10-20 അമിനോ ആസിഡ്സ് നമുക്ക് ഡയറ്റിൽ കിട്ടുമോ? ഇല്ല. നമുക്ക് ഇതെല്ലാം നമുക്ക് ഡയറ്റിലൂടെ എടുക്കേണ്ട ആവശ്യം ഇല്ല. പലതും നമ്മുടെ ശരീരത്തിൽ തന്നെ നിർമ്മിക്കുന്നതും ഉണ്ട്. നമ്മൾ ആഹാരം കഴിക്കുന്നതിലൂടെ കിട്ടുന്നുണ്ട്, ചിലത് നമ്മുടെ ശരീരത്തിൽ തന്നെ നിർമ്മിക്കുന്ന പ്രോട്ടീൻസും ഉണ്ട്. ഓക്കെ, ബേസ്ഡ് ഓൺ ദ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് അമിനോ ആസിഡ്സ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു 2 ക്ലാസ്സസ്. ന്യൂട്രീഷന്റെ പ്രാധാന്യം അനുസരിച്ച് ഈ അമിനോ ആസിഡ്സിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണത്? എസെൻഷ്യൽ അമിനോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5 മാർക്ക് 2 മാർക്ക് 1 മാർക്ക് എല്ലാം ചോദിക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഓക്കെ, ദീസ് ആർ ദ 2 മെയിൻ ഡിവിഷൻസ് ഓഫ് അമിനോ ആസിഡ്സ് ബേസ്ഡ് ഓൺ ന്യൂട്രീഷൻ. ഓക്കെ, ന്യൂട്രീഷൻ അനുസരിച്ച് അമിനോ ആസിഡ്സിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കുന്നത് ഏതൊക്കെയാണ്? എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ. നമുക്ക് ഫസ്റ്റ് എസെൻഷ്യൽ എന്താണെന്ന് നോക്കാം. എസെൻഷ്യൽ ഓർ അതർവൈസ് ഇസ് നോൺ ആസ് ഇൻഡിസ്പെൻസബിൾ. ഓക്കെ, ഇൻഡിസ്പെൻസബിൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് തന്നെ പഠിച്ചാൽ മതി. ഇനി അതർ നെയിം എവിടെയെങ്കിലും ചോദിച്ചാൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഇൻഡിസ്പെൻസിബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, the amino acids which cannot be synthesized by the body. അതായത് നമ്മുടെ ശരീരത്തിന് സിന്തസൈസ് ചെയ്യാൻ, അതായത് ക്രിയേറ്റ് ചെയ്താൽ മാനുഫാക്ചർ ചെയ്യാൻ പറ്റാത്ത അമിനോ ആസിഡ്സ് ദാറ്റ് ഷുഡ് ബി ടേക്കൺ ബൈ ഡയറ്റ്. അതായത് നമ്മൾ ആഹാരത്തിൽ കൂടെ തന്നെ നമ്മളത് നമ്മുടെ ശരീരത്തിൽ കിട്ടണം, നമുക്കത് ശരീരത്തിൽ നിർമ്മിക്കാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള അമിനോ ആസിഡ്സിന് എന്ത് പറയുന്നു? എസെൻഷ്യൽ ഓർ ഇൻഡിസ്പെൻസിബിൾ അമിനോ ആസിഡ്സ് എന്നാണ് പറയുന്നത്. Therefore, need to be supplied through the diet are called essential amino acids. This is the definition of essential amino acids. The amino acids which cannot be synthesized in the body and therefore need to be taken, it should be taken through the diet. That is called as essential amino acids. Okay, next, they are required for, എന്തിനാണ് ഇത് വളരെ അത്യാവശ്യം നമ്മൾ ആഹാരത്തിലൂടെ എടുക്കണം എന്ന് പറയുന്നത്? It is required for proper growth and maintenance of individual. അതായത് നമ്മുടെ നോർമൽ വളർച്ചയ്ക്ക്, സ്ട്രെങ്തിന്, ഇമ്മ്യൂണിറ്റി പവറിന്, ഇതിനൊക്കെ എന്ത് വേണം? ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് വേണം. അതുകൊണ്ടാണ് അത്യാവശ്യമായിട്ട് നമ്മൾ ആഹാരത്തിൽ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ തന്നെ കഴിക്കണം എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് കുഞ്ഞുകുട്ടികൾ, അല്ലെ, എല്ലാവരും കഴിക്കണം, എസ്പെഷ്യലി കുഞ്ഞുകുട്ടികൾ. The 10 amino acids listed below are essential for humans and also rates. അതായത് മനുഷ്യനും എലികൾക്കും. ഓക്കെ, പ്രധാനമായിട്ട് നമുക്ക് എലികളുടെ കാര്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ ഹ്യൂമന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസെൻഷ്യൽ അമിനോ ആസിഡ്സിന് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഈ എക്സാമ്പിൾ പഠിക്കണം. അതിന് ഓരോ പേര് കാണുമ്പോഴും അത് ഏത് ടൈപ്പ് അമിനോ ആസിഡ്സ് ആണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഏതൊക്കെയാണ് അമിനോ ആസിഡ്സ്? ആർഗിനിൻ, വാലിൻ, ഹിസ്റ്റിഡിൻ, ഐസോലൂസിൻ, ല്യൂസിൻ, ലൈസിൻ, മെത്തിയോണിൻ, ഫിനൈൽ അലനിൻ, ട്രിയോണിൻ,
ട്രിപ്റ്റോഫാൻ. എല്ലാത്തിലും നോക്കിക്കഴിഞ്ഞാൽ ഇൻ എന്നുള്ള ആ ഒരു അവസാനം വരുന്നുണ്ട്, എക്സെപ്റ്റ് ട്രിപ്റ്റോഫാൻ. ട്രിപ്റ്റോഫാൻ എല്ലാത്തിലും ഒഴികെയുള്ളതിന് എല്ലാത്തിനും ഇന്ന് വരുന്നുണ്ട് അല്ലെ. ജസ്റ്റ് ഒന്ന് പഠിച്ചോളണം. AVHILLMPTT അങ്ങനെ എന്തെങ്കിലും ഷോർട്ട് ഫോം ഇടുക. AVHIL2 ഇടുക, L2MB ഓക്കെ. AVHIL2MBT2 അല്ലെങ്കിൽ AVHIMBL2T2, അതായത് കുറച്ചുകൂടി ഈസി. AVHIMBL2T2. ആർഗിനിൻ, വാലിൻ, ഹിസ്റ്റിഡിൻ, ഐസോല്യൂസിൻ, ലൂസിൻ, ലൈസിൻ, മെത്തിയോണിൻ, ഫിനൈൽ അലലിൻ, ട്രിയോണിൻ, ട്രിപ്റ്റോഫാൻ. ഓക്കെ, അപ്പൊ ഈ പേരുകൾ ഓർത്തിരിക്കുക. ഇതെല്ലാം എസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ എക്സാമ്പിൾ ആണ്. The two amino acids, namely arginine and histidine, can be synthesized by adult and not by growing children. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ ഇത്രയും അമിനോ ആസിഡ്സിൽ ആർഗിനിനും ഹിസ്റ്റിഡിൻ്റെയും പ്രത്യേകതയാണ് പറയുന്നത്. അഡൾട്ടിന് അത് സിന്തസൈസ് ചെയ്യാൻ പറ്റും, പക്ഷെ കുഞ്ഞുങ്ങൾക്ക് പറ്റത്തില്ല. ഓക്കെ, വളർന്നു വരുന്ന കുഞ്ഞു കുട്ടികൾക്ക് അത് പറ്റത്തില്ല. അഡൾട്ടിൽ ഇത് രണ്ടും നമ്മുടെ ശരീരത്തിൽ തന്നെ, നമ്മൾ ഓൾറെഡി നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ ഡെഫിനിഷൻ പഠിച്ചത്, നമ്മുടെ ശരീരത്തിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ഡയറ്റിലൂടെ എടുക്കേണ്ടതാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. പക്ഷെ ഈ രണ്ട് അമിനോ ആസിഡ്സ്, അതായത് ആർഗിനും ഹിസ്റ്റിഡിന്റെ പ്രത്യേകത, അഡൾട്ടിൽ ഇത് നോർമലി സിന്തസൈസ് ചെയ്യും, കുട്ടികളിലാണ് അത് സിന്തസൈസ് ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെ ഇവയെ എന്ത് പറയുന്നു? സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്. അപ്പോൾ അത് ഒരു ഇൻവേർഡ് പോയിന്റ് ആണ്. ഏതൊക്കെയാണ്? ചിലപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ ഏതാണ് സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, ആർഗിനിൻ ആൻഡ് ഹിസ്റ്റിഡിൻ. കാരണം അത് കുഞ്ഞു കുട്ടികളിലാണ് ഇല്ലാത്തത്, അഡൾട്ടിൽ ഉണ്ട്. Thus 8 amino acids are absolutely essential while 2 are semi essential. നമ്മൾ പറഞ്ഞ 10 എണ്ണത്തിൽ 2 എണ്ണം സെമി എസെൻഷ്യലും ബാക്കി 8 എണ്ണം എസെൻഷ്യലും ആണ്. ക്ലിയർ? ഇനി രണ്ടാമത്തെ ടൈപ്പ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ ഡിസ്പെൻസിബിൾ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അപ്പോൾ നമുക്കറിയാം നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമില്ല, അതായത് നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡയറ്റിലൂടെ എടുക്കണമെന്ന് നിർബന്ധമില്ലാത്തത്, അതാണ് നോൺ എസെൻഷ്യൽ എന്ന് പറയുന്നത്. നോൺ എസെൻഷ്യൽ ഓർ ഇൻഡിസ്പെൻസിബിൾ അമിനോ ആസിഡ്സ്. The body can synthesize about 10 amino acids to meet biological need. മറ്റ് 10 അമിനോ ആസിഡ്സ് ഉണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം? ശരീരത്തിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. It is not needed to consume in the diet. ഡയറ്റിൽ തന്നെ എടുക്കണമെന്ന് നിർബന്ധം ഇല്ല. അവയ്ക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഗ്ലൈസിൻ, അലനിൻ, സെറീൻ, സിസ്റ്റീൻ, aspartate, asparagine, glutamate, glutamine, തൈറോസിൻ, പ്രൊലീൻ. ഓക്കെ, ഇന്ന് കാണുമ്പോൾ തന്നെ ഓർത്തോളണം അത് അമിനോ ആസിഡ്സ് ആണ് എന്നുള്ളത്. ഏതൊക്കെയാണ് പേര്? ഗ്ലൈസിൻ, അലനിൻ, സെറീൻ, സിസ്റ്റീൻ, aspartate, asparagine, ഗ്ലൂട്ടാമേറ്റ്, ഗ്ലൂട്ടാമൈൻ. രണ്ട് വെച്ച് ചേർത്ത് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും കേട്ടോ. ഗ്ലൈസിൻ, അലനിൻ, സെറീൻ, സിസ്റ്റീൻ, aspartate, asparagine, ഗ്ലൂട്ടാമേറ്റ്, ഗ്ലൂട്ടാമൈൻ, തൈറോസിൻ, പ്രൊലീൻ. ഇത്രയും നോൺ എസെൻഷ്യൽ ആണ്, ശരീരത്തിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോകുക. ക്ലാസ് കാണുമ്പോൾ ലെക്ചർ നോട്ടും കൂടെ എടുത്ത് തന്നെ പോകണം. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ പഠിച്ചോളുക. ഇനി നമുക്ക് റിവിഷൻ ഉള്ള ഒരു ടൈം മാത്രമേ ഉള്ളൂ. അതും ചിലപ്പോൾ പലർക്കും കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം ഫണ്ടമെന്റൽസ് 1ഉം 2ഉം ആയിട്ടൊക്കെ ഒരുപാട് പോർഷൻസ് പഠിക്കാനുണ്ട്. ന്യൂട്രീഷൻ 50 മാർക്കിന് ന്യൂട്രീഷനാണ്, അത് ഒരുപാട് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ ബയോകെമിസ്ട്രിക്ക് ഒരുപാട് ടൈം വെച്ച് പഠിക്കാനില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചോളുക. അപ്പോൾ പ്രധാനമായിട്ട് നമ്മളിവിടെ എന്താ പറയുക? അമിനോ ആസിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് അതിൽ പറയുന്നത്. ന്യൂട്രീഷൻ അനുസരിച്ച് അമിനോ ആസിഡ്സിനെ 2 ആയിട്ട് തിരിച്ചിരിക്കുന്നു, എസെൻഷ്യലും നോൺ എസെൻഷ്യലും എന്ന്. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ പ്രധാന ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ 20 അമിനോ ആസിഡ്സ് ആണ് പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത്. അതിൽ 10 എണ്ണം എസെൻഷ്യലും 10 എണ്ണം നോൺ എസെൻഷ്യലും ആണ്. ഇതിൽ എസെൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റില്ല, അത് നമ്മൾ ഡയറ്റിലൂടെ തന്നെ നമുക്ക് കിട്ടണം. ഇതിന്റെ പ്രത്യേകത നമ്മുടെ വളർച്ചയ്ക്കും മെയിൻ്റനൻസിനും ഒക്കെ എന്ത് വേണം? ബോഡി മെയിൻ്റനൻസിനും ഒക്കെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് വളരെ പ്രധാനമാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആർഗിനിൻ, വാലിൻ, ഹിസ്റ്റിഡിൻ, ഐസോല്യൂസിൻ, ല്യൂസിൻ, ലൈസിൻ, മെത്തിയോണിൻ, ഫിനൈൽ അലനിൻ, ട്രിയോണിൻ, ട്രിപ്റ്റോഫൻ ആണ്. ഇതിൽ ആർഗിനും ഹിസ്റ്റിഡിന്റെ പ്രത്യേകത, അത് കുട്ടികൾക്ക് ശരീരത്തിൽ സിന്തസൈസ് ചെയ്യില്ല, പകരം അഡൾട്ടിന് ശരീരത്തിൽ സിന്തസൈസ് ചെയ്യും. ഓക്കെ, ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് അതിനെ 2 എണ്ണത്തിനെ മാത്രം സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നു. ബാക്കി 8 എണ്ണം എസെൻഷ്യൽ അമിനോ ആസിഡ്സും ആണ്.
രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നോൺ എസെൻഷ്യൽ അല്ലെങ്കിൽ ഡിസ്പെൻസിബിൾ അമിനോ ആസിഡ്സ് ആണ്. ബാക്കി 10 അമിനോ ആസിഡ്സ് ആണ് അത് വരുന്നത്. അത് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ശരീരത്തിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ഡയറ്റിലൂടെ എടുക്കണമെന്ന് നിർബന്ധമില്ല. അത് ഏതൊക്കെയാണ്? ഗ്ലൈസിൻ, അലനിൻ, സെറീൻ, സിസ്റ്റീൻ, ആസ്പർട്ടേറ്റ്, ആസ്പർജിൻ, ഗ്ലൂട്ടാമൈൻ, തൈറോസിൻ, പ്രൊലീൻ എന്നിവയാണ്. ഓക്കെ, ഈ എക്സാമ്പിൾസ് പഠിക്കേണ്ട ആവശ്യകത ഓൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ തന്നിട്ട് താഴെ പറയുന്നതിൽ അമിനോ ആസിഡ്സ് ഏതാണ്, അല്ലെങ്കിൽ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഏതാണ്, അല്ലെങ്കിൽ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഏതാണ്, അല്ലെങ്കിൽ സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാമ്പിൾസ് ചോദിക്കും. അപ്പോഴാണ് കണ്ടുപിടിക്കാൻ കിടന്ന് പാടുപെടുന്നത്. അതുകൊണ്ടാണ് കാണാതെ പഠിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ അമിനോ ആസിഡ്സ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദെയർ മെറ്റബോളിക് ഫേറ്റ്. അതായത് മെറ്റബോളിക് ഫേറ്റ് അനുസരിച്ച്, മെറ്റബോളിക് റേറ്റ് അല്ലെങ്കിൽ മെറ്റബോളിക് ഇമ്പോർട്ടൻസിനനുസരിച്ച് അതിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതാന്ന് നോക്കാം. ദ കാർബൺ സ്കെൽറ്റൻ ഓഫ് അമിനോ ആസിഡ്സ് ക്യാൻ സെർവ് ആസ് ദ പ്രിക്കസർ ഫോർ ദ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഓർ ഫാറ്റ് ഓർ ബോത്ത്. അതായത് നമ്മുടെ ഈ അമിനോ ആസിഡ്സ് അകത്ത് കാർബൺ ചെയിൻ ഉണ്ട്, കാർബൺ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഈ കാർബൺ ചെയിന് പിന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഈ അമിനോ ആസിഡ്സിലെ കാർബൺ ചെയിൻ്റെ സഹായത്തോടെ ഫ്യൂച്ചറിൽ അത് ചിലപ്പോൾ കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആയി മാറുകയോ അല്ലെങ്കിൽ ഫാറ്റ് ആയി മാറുകയോ അല്ലെങ്കിൽ ഗ്ലൂക്കോസും ഫാറ്റും ആയി മാറുകയോ ചെയ്യാം. അത്തരത്തിലുള്ള അമിനോ ആസിഡ്സിനെയാണ് അത്തരത്തിലുള്ള അതിൻ്റെ ഫംഗ്ഷൻ അനുസരിച്ച്, മെറ്റബോളിക് ഫംഗ്ഷൻ അനുസരിച്ചിട്ടാണ് അമിനോ ആസിഡ്സിനെ പല രീതിയിൽ, സെയിം മുകളിൽ പറഞ്ഞ അമിനോ ആസിഡ്സ് തന്നെയാണ്, അതിൻ്റെ ഫംഗ്ഷൻ അനുസരിച്ച് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫ്രം മെറ്റബോളിക് വ്യൂ പോയിന്റ് അമിനോ ആസിഡ്സ് ഡിവൈഡഡ് ഇൻറ്റു 3 ഗ്രൂപ്പ്സ്, 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഗ്ലൈക്കോജീനിക് അമിനോ ആസിഡ്സ്, വളരെ ഈസിയാണ്. ഫസ്റ്റ് വൺ ഗ്ലൈക്കോജീനിക്, സെക്കൻഡ് വൺ കീറ്റോജീനിക് അമിനോ ആസിഡ്സ്, തേർഡ് വൺ ഗ്ലൈക്കോജീനിക് ആൻഡ് കീറ്റോജീനിക് അമിനോ ആസിഡ്സ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്ലൂക്കോസ് ക്രിയേറ്റ് ചെയ്യുന്ന അമിനോ ആസിഡ്സ് ആണെങ്കിൽ ഗ്ലൈക്കോജീനിക് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നു. കീറ്റോൺസ് അല്ലെങ്കിൽ ഫാറ്റ് നിർമ്മിക്കുന്ന അമിനോ ആസിഡ്സ് ആണെങ്കിൽ കീറ്റോജീനിക് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നു. ഗ്ലൂക്കോസും ഫാറ്റും രണ്ടും നിർമ്മിക്കാൻ പറ്റുന്ന അമിനോ ആസിഡ്സ് ആണെങ്കിൽ അതിനെ ഗ്ലൈക്കോജീനിക് ആൻഡ് കീറ്റോജീനിക് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം. Glycogenic amino acids. These amino acids can serve as precursor. Precursor എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള ആ ഒരു എന്താ പറയുക, സ്റ്റെം സെൽസ് പറയത്തില്ല, സ്റ്റെം സെൽസ് വളർന്നാണ് പിന്നെ ബ്ലഡ് സെൽസ് ആയിട്ട് മാറുന്നത് അല്ലേ, അതുപോലെ അതിനെയാണ് നമ്മൾ പ്രിക്കസർ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയത്തില്ല, അതുപോലെ അത് വിത്ത് എന്ന് പറയില്ല, അതുപോലെ അത് പ്രിക്കസർ എന്ന്. അതിൽ നിന്ന് എന്തുണ്ടാകുന്നു? ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള അമിനോ ആസിഡ്സിനെ ഗ്ലൈക്കോജീനിക് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ഏതൊക്കെയാണ്? അലനിൻ, ആസ്പർട്ടേറ്റ്, ഗ്ലൈസിൻ, മെത്തിയോണിൻ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഇത് ഗ്ലൈക്കോജീനിക് അമിനോ ആസിഡ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കീറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളതാണ് എന്ത് പറയുക, കീറ്റോജീനിക് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. 2 കീറ്റോജീനിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ് ഉള്ളത്. എക്സ്ക്ലൂസീവ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ല്യൂസിനും ലൈസിനും. ഇത് രണ്ടും ഫാറ്റ്സ് ക്യാൻ ബി സിന്തസൈസ്ഡ് ഓർ കീറ്റോൺസ് ക്യാൻ ബി സിന്തസൈസ്ഡ് ഫ്രം ദിസ് അമിനോ ആസിഡ്സ്. എസ്പെഷ്യലി ല്യൂസിൻ ആൻഡ് ലൈസിൻ ആർ കീറ്റോജനിക് അമിനോ ആസിഡ്സ്. ഇനി ഇതുവരെ രണ്ടും നിർമ്മിക്കാൻ കഴിവുള്ള അമിനോ ആസിഡ്സുകളുണ്ട്. ഗ്ലൂക്കോസ് നിർമ്മിക്കാനും ഫാറ്റ് നിർമ്മിക്കാനും കഴിവുള്ള ചില അമിനോ ആസിഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഐസോല്യൂസിൻ, ഫിനൈൽ അലനിൻ, ട്രിപ്റ്റോഫാൻ, തൈറോസിൻ ആർ പ്രിക്കസേഴ്സ് ഫോർ ദ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ആസ് വെൽ ആസ് ഫാറ്റ്. രണ്ടും നിർമ്മിക്കാൻ കഴിവുള്ള ഇതെല്ലാം ഓൺവേർഡും ആയിട്ട് അതിന്റെ ക്ലാസിഫിക്കേഷൻ മൊത്തത്തിൽ 5 മാർക്കിന് ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഗ്ലൈക്കോജനിക് ആൻഡ് കീറ്റോജനിക് അമിനോ ആസിഡ്സ്. ഐസോല്യൂസിൻ, ഫിനൈൽ അലനിൻ, ട്രിപ്റ്റോഫാൻ, തൈറോസിൻ. ഓക്കെ, രണ്ടും എന്ത് ചെയ്യാൻ കഴിവുണ്ട്? ഗ്ലൂക്കോസും ഫാറ്റും നിർമ്മിക്കാൻ കഴിവുള്ള അമിനോ ആസിഡ്സ് ആണ്. ഇനി അപ്പോൾ ഇത്രയായപ്പോൾ നമ്മുടെ അമിനോ ആസിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻ ആണ്. പ്രോട്ടീനും പലതരത്തിലുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോട്ടീൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് അമിനോ ആസിഡ്സ്. പക്ഷേ ഈ പ്രോട്ടീൻസ് പല ടൈപ്പ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അടുത്ത 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ സെവറൽ വേസ്. 3 മേജർ ടൈപ്സ് ഓഫ് ക്ലാസിഫൈങ് പ്രോട്ടീൻസ് ബേസ്ഡ് ഓൺ ദെയർ ഫംഗ്ഷൻ. ഫംഗ്ഷൻ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാറുണ്ട്, കെമിക്കൽ നാച്ചർ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാറുണ്ട്, സോളിബിലിറ്റി പ്രോപ്പർട്ടി അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാറുണ്ട്, അതുപോലെ ന്യൂട്രീഷണൽ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതിൽ ആദ്യത്തെ ടൈപ്പാണ് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്കറിയേണ്ടത്. ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ അതായത് ഓരോ പ്രോട്ടീൻസിൻ്റെയും ഫങ്ഷൻ അനുസരിച്ച് അതിന് ഓരോ ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ. അതിന് എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്, എവിടെയാണ് അങ്ങനെയുള്ള പ്രോട്ടീൻസ് കാണപ്പെടുന്നതെന്ന്. ഇവിടെ തന്നെ നോക്കാം. ആദ്യത്തേത്
സ്ട്രക്ചറൽ പ്രോട്ടീൻസ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആയി നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചർ തരുന്നതിന് സഹായിക്കുന്ന പ്രോട്ടീൻ. പ്രധാനമായിട്ടും നമ്മുടെ മുടിയും നഖവും ഇതിൽ കാണപ്പെടുന്ന കെരാറ്റിൻ എന്നറിയപ്പെടുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടീനാണ്. അതിനെ സ്ട്രക്ചറൽ പ്രോട്ടീൻ എന്നാണ് പറയുന്നത്. മറ്റൊന്ന് നമ്മുടെ ബോണിൽ കാണപ്പെടുന്ന കൊളാജൻ, അതും എന്താണ്? പ്രോട്ടീനാണ്. അതുകൊണ്ട് ഇതിനെ സ്ട്രക്ചറൽ പ്രോട്ടീൻ എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തത് എൻസൈംസ് ഓർ കാറ്റലൈറ്റിക് പ്രോട്ടീൻസ്. നമ്മൾ ഓൾറെഡി എൻസൈമോളജി പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പ്രോട്ടീൻ മോളിക്യൂൾ ആണ്. അത് എൻസൈംസ് എന്ന് പറഞ്ഞാൽ കാറ്റലിക് ആക്ടിവിറ്റി, പല കെമിക്കൽ റിയാക്ഷൻസ് കൂട്ടാൻ സഹായിക്കുന്ന, അതിൻ്റെ റേറ്റ് കൂട്ടാൻ സഹായിക്കുന്ന എൻസൈംസ് അല്ലേ. അതിന് എക്സാമ്പിൾസ് ഹെക്സോകൈനേസ്, പബ്സിന്, ഇതൊക്കെ എന്ത് ചെയ്തു? കാറ്റലിക് ആക്ടിവിറ്റി ഉള്ള എൻസൈംസ് ആണ്. അടുത്തത് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ്. ആ വേർഡ് തന്നെ ഉണ്ട്. എന്തെങ്കിലും വസ്തുക്കൾ നമുക്ക് ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന പ്രോട്ടീൻസ്. അതേതൊക്കെയാണ്? ഹീമോഗ്ലോബിൻ, സീറം ആൽബുമിൻ, ഇതൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന പ്രോട്ടീൻസ് ആണ്. അവയെ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് എന്ന് പറയുന്നു. ഇനി ഹോർമോണൽ പ്രോട്ടീൻസ്, ഇൻസുലിൻ, ഗ്രോത്ത് ഹോർമോൺസ് എന്തൊക്കെയാണ്? അവയെ നമ്മുടെ ഗ്ലാൻഡുകളിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻസിന്റെ കോമ്പൗണ്ടാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. അവയും എന്താണ്? പ്രോട്ടീനാണ്. അതിനെ ഹോർമോണൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നു. ഇനി മസിൽസിൽ കാണപ്പെടുന്ന കൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ്, അതായത് മസിൽസ് കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും സഹായിക്കുന്ന പ്രോട്ടീൻസ്. അതിന് എക്സാമ്പിൾ ഏതാണ്? ആക്റ്റിൻ, മയോസിൻ, ഇവ എന്താണ്? കൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമ്മുടെ സ്റ്റോറേജ് പ്രോട്ടീൻസ്, പലതും സ്റ്റോറേജ് ചെയ്യാൻ സഹായിക്കുന്ന പ്രോട്ടീൻസ് ഉണ്ട്. ആൽബുമിൻ, ഗ്ലൂട്ടീലിൻ എന്ന് പറയുന്ന സ്റ്റോറേജ് പ്രോട്ടീൻസ് ഉണ്ട്. പിന്നെ ജനറ്റിക് മെറ്റീരിയൽസ്, നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽസ്, ന്യൂക്ലിയോലസിനകത്തുള്ള ജനറ്റിക് മെറ്റീരിയൽസ്, ക്രോമസോംസ്, ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ന്യൂക്ലിയോ പ്രോട്ടീൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനെ എന്ത് പറയുന്നു? ജനറ്റിക് പ്രോട്ടീൻസ് എന്ന് പറയുന്നു. ഇനി നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ തരുന്ന പ്രോട്ടീൻസിനെ നമ്മൾ ഡിഫൻസ് പ്രോട്ടീൻസ് എന്ന് പറയുന്നു. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ സ്നേക്ക് വീനംസും ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. പ്രധാനം നമ്മുടെ ശരീരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. പിന്നെ റിസപ്റ്റാർ പ്രോട്ടീൻസ് ഫോർ ഹോർമോൺസ്, വൈറസസ്, അങ്ങനെയും മറ്റൊരു ക്ലാസിഫിക്കേഷനും ഉണ്ട്. ഇങ്ങനെ പല രീതിയിൽ ക്ലാസിഫിക്കേഷൻസ് ഫംഗ്ഷൻ അനുസരിച്ച് പ്രോട്ടീൻസ് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രധാനമായിട്ടുള്ള 9 എണ്ണമാണ് നമ്മളിവിടെ പറഞ്ഞത്. സ്ട്രക്ചറൽ അതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട, പക്ഷെ ജസ്റ്റ് ഇത്ര മാത്രം. അതായത് നമ്മുടെ എവിടെയൊക്കെ ശരീരത്തിൽ പ്രോട്ടീൻസ് ഉണ്ട്, അതിന് ഓരോന്നിനും ഏത് ക്ലാസിഫിക്കേഷനാണ് പേര് പറയുന്നത്. സ്ട്രക്ചറൽ പ്രോട്ടീൻസ്, എൻസൈം ഓർ കാറ്റലിറ്റിക് പ്രോട്ടീൻസ്, ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ, ഹോർമോണൽ പ്രോട്ടീൻസ്, കൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ്, സ്റ്റോറേജ് പ്രോട്ടീൻസ്, ജനറ്റിക് പ്രോട്ടീൻസ്, ഡിഫൻസ് പ്രോട്ടീൻസ്, റിസപ്റ്റർ പ്രോട്ടീൻസ്. ഓക്കെ, ഇത് ഫംഗ്ഷൻ അനുസരിച്ച് പ്രോട്ടീൻ തിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കാം. കെമിക്കൽ നാച്ചുറൽ ആൻഡ് സോലുബിലിറ്റി അനുസരിച്ച് പ്രോട്ടീൻ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കെമിക്കൽ നാച്ചുർ ആൻഡ് സോലുബിലിറ്റി. ഓക്കെ, അതിനനുസരിച്ച് പ്രോട്ടീൻസ് ഏതൊക്കെ രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കുക. This is a more comprehensive and popular classification of protein. It is based on the amino acids composition, structure, shape and solubility properties. Broadly divided into 3 major groups. പ്രധാനമായിട്ട് ഇവയെ മൂന്നായിട്ട്, ഇവിടെ ഈ ഒരു ചാർട്ടിനകത്ത് ക്ലിയർ ആയിട്ടുണ്ട്. പ്രോട്ടീൻസ് പ്രധാനമായിട്ട് മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. സിമ്പിൾ പ്രോട്ടീൻസ്, കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ് ആൻഡ് ഡിറൈവ്ഡ് പ്രോട്ടീൻസ്. These are the 3 main divisions of proteins. Simple proteins, conjugated proteins, derived proteins. ഇതിൽ സിമ്പിൾ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് അവയെ സിമ്പിൾ എന്ന് പറയാൻ കാരണം? because it is simple, because it is have only amino acids residues. They are composed of only amino acids. അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ അല്ല, വളരെ സിമ്പിൾ ആയിട്ട് കാണുന്നതാണ്. ഇനി കോൺജുഗേറ്റഡ് എന്ന് പറഞ്ഞാൽ besides the amino acids കൂടാതെ these proteins contain a non-protein moiety known as prosthetic group or conjugating ഗ്രൂപ്പ്. അതായത് പ്രോട്ടീനൊപ്പം മറ്റൊരു ഗ്രൂപ്പ് കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ന്യൂക്ലിയോ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അവിടെയും ഒരു ആഡിങ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെയും കൂടെ ഒരു ആഡിങ് ഗ്രൂപ്പ് ഉണ്ട്. മൈക്കോ പ്രോട്ടീൻ ആഡിങ് ഗ്രൂപ്പ് ഉണ്ട്. ലിപ്പോ പ്രോട്ടീൻ, അതായത് പ്രോട്ടീനൊപ്പം, അതായത് നമ്മുടെ സിമ്പിൾ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഓൺലി അമിനോ ആസിഡ്സ്. ഓക്കെ, ഇവിടെ അമിനോ ആസിഡ്സിന്റെ കൂടെ മറ്റ് അഡീഷണൽ ഗ്രൂപ്പ്സും കൂടെ ആഡ് ചെയ്ത് വരുന്നതിനാണ് കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഇനി ഡിറൈവ്ഡ് പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, these are the denatured or degraded products of simple and conjugated proteins. അതായത് ഈ രണ്ട് ടൈപ്പ്, ആദ്യത്തെ സിമ്പിൾ പ്രോട്ടീൻസും കോൺജുഗേറ്റഡ് പ്രോട്ടീൻസും രൂപമാറ്റം സംഭവിച്ച് അടുത്തുണ്ടാകുന്ന പ്രോട്ടീൻസ്, അതാണ് ഡിറൈവ്ഡ്, ഒന്നിൽ നിന്നും ഉണ്ടായ മറ്റൊരു പ്രോട്ടീൻ.
അതിനെയാണ് എന്ത് പറയുന്നത്, ഡിറൈവ്ഡ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. എഗെയിൻ അതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, പ്രൈമറി എന്നും സെക്കൻഡറി എന്നും പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം ഇത് മെയിൻ ഡിവിഷനാണ്, ഒന്നുകൂടെ ഒന്ന് പറയാം, ഇപ്പൊ തന്നെ പഠിച്ചോളുക. പ്രോട്ടീൻസിന്റെ ക്ലാസിഫിക്കേഷൻ, കെമിക്കൽ നാച്ചർ അനുസരിച്ച് പ്രോട്ടീൻസിന് പല രീതിയിൽ തിരിച്ചിരിക്കുന്നു. അതിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. 10 മാർക്കിന്റെ എസ്സേ ചോദിക്കുമായിരുന്നെങ്കിൽ അതിൽ ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എസ്സേ ആണിത്, പ്രോട്ടീൻ ക്ലാസിഫിക്കേഷൻ. പ്രധാനമായിട്ട് പ്രോട്ടീൻസ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു ബേസ്ഡ് ഓൺ ദ കെമിക്കൽ നാച്ചർ ആൻഡ് സോല്യൂബിലിറ്റി. സിമ്പിൾ പ്രോട്ടീൻസ്, കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ്, ഡിറൈവ്ഡ് പ്രോട്ടീൻസ്. ഇതിൽ സിമ്പിൾ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ഒള്ളി അതിനകത്ത് എന്ത് മാത്രമേ കാണുന്നുള്ളൂ, അമിനോ ആസിഡ്സ് മാത്രമേ കാണുന്നുള്ളൂ. കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അമിനോ ആസിഡ്സിനൊപ്പം മറ്റൊരു കോമ്പൗണ്ട് കൂടെ, നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടും കൂടെ ആഡ് ചെയ്ത് വരുന്നു. ഇനി ഡിറൈവ്ഡ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സിമ്പിൾ പ്രോട്ടീനിൽ നിന്നോ അല്ലെങ്കിൽ കോൺജുഗേറ്റഡ് പ്രോട്ടീനിൽ നിന്നോ അതിന് എന്തെങ്കിലും രൂപമാറ്റം സംഭവിച്ച് അതിൽ നിന്ന് ഡീഗ്രഡേഷൻ സംഭവിക്കുക അല്ലെങ്കിൽ ഡീനാച്ചുറേഷൻ സംഭവിച്ച് പുതിയൊരു പ്രോട്ടീൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡിറൈവ്ഡ് പ്രോട്ടീൻ എന്ന് പറയുന്നു. അതിന് പ്രധാനമായിട്ട് വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, പ്രൈമറി എന്നും സെക്കൻഡറി എന്നും പറയും. അപ്പോൾ ഈ ഓരോ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ആദ്യം നമുക്ക് സിമ്പിൾ പ്രോട്ടീൻസിനെ കുറിച്ച് പോവാം. അപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞ ഈ ചാർട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ ഇനി താഴോട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ എക്സാമ്പിൾസിനെ കുറിച്ചാണ് ഇത് പറയാൻ പോകുന്നത്. സിമ്പിൾ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ആദ്യത്തത് ഗ്ലോബുലാർ പ്രോട്ടീൻ നമ്മളിവിടെ കണ്ടു അല്ലെ. ഈ സിമ്പിൾ പ്രോട്ടീൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്ലോബുലാർ പ്രോട്ടീൻസ് എന്നും സ്ക്ലീറോ പ്രോട്ടീൻസ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ സിമ്പിൾ പ്രോട്ടീനിലെ ഗ്ലോബുലാർ പ്രോട്ടീൻ ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്ലോബുലാർ പ്രോട്ടീൻ, ദീസ് ആർ സ്പെറിക്കൽ എന്ന് വെച്ചാൽ സ്പിയർ ഷേപ്പ് ഓർ സ്പിയർ എന്ന് പറയുമ്പോൾ റൗണ്ട് ആണ് കേട്ടോ, സോറി കറക്റ്റ് റൗണ്ട് ഒന്നുമില്ല, സ്പിയർ ഓർ ഓവൽ ഇൻ ഷേപ്പ്. ഒന്നുകിൽ കറക്റ്റ് റൗണ്ടിലോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ ഉള്ള പ്രോട്ടീൻസ് ആണ് ഗ്ലോബുലാർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത, ഇറ്റ്സ് സോലിബിൾ ഇൻ വാട്ടർ ഓർ അതർ സോൾവെന്റ്സ് ആൻഡ് ഡൈജസ്റ്റബിൾ. അതായത് വെള്ളത്തിലോ മറ്റു സോൾവെന്റ്സിലോ ലയിക്കുകയും സോലിബിൾ ആകുകയും ദഹിക്കുകയും ഡൈജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോട്ടീനാണ് ഗ്ലോബുലാർ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ക്ലിയർ? അതിന് ഏതൊക്കെയാണ് എക്സാമ്പിൾ? നമ്മൾ ആ തൊട്ട് മുന്നത്തെ ക്ലാസിഫിക്കേഷൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഗ്ലൂട്ടലിൻ, പ്രോലമിൻ, ഹിസ്റ്റോൺസ്, ഗ്ലോബിൻസ്, പ്രോട്ടമീൻസ്, ലെസ്തീൻസ്, അതെന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് ഓരോന്ന് വായിച്ചു നോക്കാം. ഞാനത് വായിച്ചു പറയാം. ആൽബുമിൻ, ഫസ്റ്റ് വൺ, സോല്യൂബിൾ ഇൻ വാട്ടർ, ഡൈല്യൂട്ട് ഇൻ സോൾട്ട് സൊല്യൂഷൻസ് ആൻഡ് കൊയാഗുലേറ്റഡ് ബൈ ഹീറ്റ്. ആൽബുമിന്റെ പ്രത്യേകത എന്താണ്? വെള്ളത്തിൽ ലയിക്കും, സോൾട്ട് സൊല്യൂഷനിൽ, ഉപ്പ് സൊല്യൂഷനിൽ ഡൈല്യൂട്ട് ആകും, ഒപ്പം തന്നെ ചൂട് കൂടുമ്പോൾ കട്ട പിടിക്കുകയും ചെയ്യുന്ന ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രോട്ടീനാണ് ആൽബുമിൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, സീറം ആൽബുമിൻ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള, ഓവാൽബുമിൻ ആണ് എഗ്. ലാക്ടേൽ ആൽബുമിൻ, പാലിലുള്ള ആൽബുമിനാണ് ലാക്ടേ ആൽബുമിൻ എന്ന് പറയുന്നത്. ഇതെല്ലാം ആൽബുമിന് എക്സാമ്പിൾ ആണ്. അതിന്റെ പ്രത്യേകത, വെള്ളത്തിൽ ലയിക്കും, ഉപ്പിൽ സൊല്യൂഷനിൽ ലയിക്കും, ചൂടിൽ കട്ട പിടിക്കും. രണ്ടാമത്തത് ഗ്ലോബുലിൻസ്. സോലുബിൾ ഇൻ ന്യൂട്രൽ ആൻഡ് ഡൈല്യൂട്ട് സോൾട്ട് സൊല്യൂഷൻ. ന്യൂട്രൽ ആയിട്ടുള്ള സൊല്യൂഷൻസിലും സോൾട്ട് സൊല്യൂഷനിലും ലയിക്കും. an എക്സാമ്പിൾ സീറം ഗ്ലോബുലിൻസും വിട്രലൈൻ, എഗ് യോൾക്ക്, അതായത് നമ്മുടെ മുട്ടയുടെ മഞ്ഞ, അതാണ് ഗ്ലോബുലിൻ എന്ന് പറഞ്ഞത്, എഗ് യോൾക്ക്. നെക്സ്റ്റ് ഗ്ലൂട്ടലിൻ. നെക്സ്റ്റ് എന്താണ്? ഗ്ലൂട്ടലിൻ. അതും എന്താണ്? സോല്യൂബിൾ ഇൻ ഡൈല്യൂട്ട് ആസിഡ്സ്, ആൽക്കലി ആൻഡ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ പ്ലാന്റ്സ്. ചെടികളിൽ കാണപ്പെടുന്ന, വീറ്റില്, റൈസിൽ, ഇതിലൊക്കെ കാണപ്പെടുന്ന ഗ്ലൂട്ടലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻസും സിമ്പിൾ പ്രോട്ടീൻ്റെ, ഗ്ലോബുലാർ പ്രോട്ടീൻ എക്സാമ്പിൾ ആണ്. അത് ആസിഡ് ആൽക്കലിയിലൊക്കെ അലിയുന്നതാണ്. നെക്സ്റ്റ് പ്രോലമിൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോലമിൻ ഇസ് ഗ്ലോബുലാർ പ്രോട്ടീൻ, സോല്യൂബിൾ ഇൻ 70% ആൽക്കഹോൾ, 70% ആൽക്കഹോളിൽ ഇത് ലയിക്കുന്നതാണ്. അത് വീറ്റിലും മൈസിലും ഒക്കെ ഉള്ളതാണ്. ഇനി അടുത്ത ഗ്ലോബുലാർ പ്രോട്ടീൻ ആണ് ഹിസ്റ്റോണിന്റെ പ്രത്യേകത എന്താണ്? സ്ട്രോങ്ലി ബേസിക് പ്രോട്ടീൻ ആണ്. വെള്ളത്തിലും പിന്നെ ആസിഡിലും സോല്യൂബിൾ ആണ്, പക്ഷെ ഇൻസോല്യൂബിൾ ഇൻ ഡൈല്യൂട്ട് അമോണിയം ഹൈഡ്രോക്സൈഡ്. അത്രയും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, അത്യാവശ്യം ഈ എക്സാമ്പിൾസ് പഠിച്ചാലും മതി. എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക, ഒരു അഡീഷണൽ ഇൻഫർമേഷൻ. ഓക്കെ, അമോണിയം ഹൈഡ്രോക്സൈഡിൽ ഇൻസോല്യൂബിൾ ആയിട്ടുള്ളതാണ് ഹിസ്റ്റോൺസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഗ്ലോബിൻ എന്ന് പറയുന്ന അടുത്തൊരു ഗ്ലോബുലാർ പ്രോട്ടീൻ ആണ്. ദീസ് ആർ ജനറലി കൺസിഡർഡ് അലോങ് വിത്ത് ഹിസ്റ്റോൺസ്. ഹവർ ഗ്ലോബിൻസ് ആർ നോട്ട് ബേസിക് പ്രോട്ടീൻസ്, ആർ നോട്ട് പ്രിസിപിറ്റഡ് ബൈ സോഡിയം ബൈകാർബണേറ്റ്. അത് വേണ്ട. ഗ്ലോബിൻ്റെ ഒരു എക്സാമ്പിൾ ആണെന്ന് മാത്രം പഠിച്ചാൽ മതി.
പ്രോട്ടമിൻസ്, ദേ ആർ സ്ട്രോങ്ലി ബേസിക് ആൻഡ് റിസംബിൾ ഹിസ്റ്റോൺ. ഹിസ്റ്റോൺസ് പോലെയുള്ള മറ്റൊരു ബേസിക് ആയിട്ടുള്ള പ്രോട്ടീനാണ് പ്രോട്ടമിൻ എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾ അടുത്ത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ഒക്കെ പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾ പഠിക്കും ഇതിൻ്റെയൊക്കെ യൂസ് എന്താണുള്ളത് കേട്ടോ. ബട്ട് സ്മോളർ ഇൻ സൈസ്, സോല്യൂബിൾ ഇൻ ബൈകാർബണേറ്റ് ലയിക്കുന്നതാണ് പ്രോട്ടമിൻ. അതുപോലെ തന്നെ ന്യൂക്ലിക് ആസിഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തും പ്രോട്ടമിൻ കാണപ്പെടുന്നു. അടുത്തത് ലെക്റ്റിൻസ്. ലെക്റ്റിൻ എന്താ? കാർബോഹൈഡ്രേറ്റ് ബൈൻഡിങ് പ്രോട്ടീൻ ആണ്. Involved in interaction with the cell and proteins. They help to maintain tissue and organ structures. Lectins are useful for the purification of carbohydrates by chromatography. Chromatography എന്ന് പറയുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉണ്ട്. അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കാർബോഹൈഡ്രേറ്റ്സ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലെക്റ്റിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സിമ്പിൾ പ്രോട്ടീൻസിനകത്തുള്ള ഗ്ലോബുലാർ പ്രോട്ടീൻസിന് എക്സാമ്പിൾസ് ആണ്. ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൊല്യൂഷൻസിലോ ലയിക്കുന്നവയാണ്. അതിൽ അമിനോ ആസിഡ്സ് മാത്രമേ കാണുന്നും ഉള്ളൂ. അതിനെയാണ് സിമ്പിൾ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ സിമ്പിൾ പ്രോട്ടീൻസിനെ ഗ്ലോബുലാർ പ്രോട്ടീൻസ് മൊത്തം നമ്മൾ വായിച്ചു. അത്യാവശ്യം ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സാമ്പിൾസ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ തന്നിട്ട് ഇത് ഏത് തരം പ്രോട്ടീനാണ്, സിമ്പിൾ ആണോ, സ്ക്ലിറോ പ്രോട്ടീൻസ് ആണോ, ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആണോ, കോൺജുഗേറ്റഡ് ആണോ, ഡിറൈവ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ട്. ഇനി അടുത്ത രണ്ടാമത്താണ് ഫൈബ്രസ് പ്രോട്ടീൻ അല്ലെങ്കിൽ സ്ക്ലീറോ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഫൈബ്രസ് പ്രോട്ടീൻ അല്ലെങ്കിൽ സ്ക്ലീറോ പ്രോട്ടീൻസ് എന്ന് പറയും. അതിനേതൊക്കെയാണ് എക്സാമ്പിൾ നമ്മൾ കണ്ടത്? കൊളാജൻസ് ഉണ്ട്, ഇലാസ്റ്റിൻസ് ഉണ്ട്, കെരാറ്റിൻസ് ഉണ്ട്. അതായത് വെള്ളത്തിലോ മറ്റൊന്നിലോ ലയിക്കാത്തതായിരിക്കും. അതായത് ദീസ് ആർ ഫൈബർ ലൈക്ക്, ഫൈബറിനെ പോലെ ഇൻ ഷേപ്പും ഇൻസോല്യൂബിൾ ഇൻ വാട്ടറും ഡൈജഷൻ നടക്കാത്തതുമായിട്ട് പ്രോട്ടീൻ, അതിനാണ് ഫൈബ്രസ് പ്രോട്ടീൻ അല്ലെങ്കിൽ സ്ക്ലീറോ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ആൽബുമിനോയിഡ്സ് ഓർ സ്ക്ലീറോ പ്രോട്ടീൻസ് ആർ പ്രിഡോമിനന്റ് ഗ്രൂപ്പ് ഓഫ് ഫൈബ്രസ് പ്രോട്ടീൻസ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? കൊളാജൻസ്, ഇലാസ്റ്റിൻസ്, കെരാറ്റിൻസ്. കൊളാജൻസ് ആർ കണക്റ്റീവ് ടിഷ്യൂ പ്രോട്ടീൻസ് ലാക്കിംഗ് ട്രിപ്റ്റോഫാൻ. Collagens on boiling with water or dilute acids yield gelatin which is soluble and digestible. അത് ഡയറക്ട്ലി കൊളാജൻ ഡൈജസ്റ്റബിൾ അല്ല എങ്കിലും വെള്ളം തിളപ്പിച്ച് അതിലോ അല്ലെങ്കിൽ ഡൈല്യൂട്ട് ആസിഡ്സിലോ ചിലപ്പോൾ അത് എന്ത് ചെയ്യാൻ ഡൈല്യൂട്ട് ചെയ്ത് ജെലാറ്റിനായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ ഇലാസ്റ്റിൻ എന്നുള്ള അടുത്തൊരു പ്രോട്ടീൻ ഉണ്ട്. നമ്മൾ ഇലാസ്റ്റിക് ടിഷ്യൂസിൽ, ടെൻഡോൺസിലും ആർട്ടറിയിലൊക്കെ കാണപ്പെടുന്ന ഇലാസ്റ്റിൻസ്, അതും ഫൈബ്രസ് പ്രോട്ടീനാണ്. പിന്നെ മുടിയിലും നഖത്തിലും ഒക്കെ ഉള്ള കെരാറ്റിൻ, ഇതെല്ലാം എന്താണ്? ഫൈബ്രസ് പ്രോട്ടീനിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ സിമ്പിൾ പ്രോട്ടീൻസ് ഇവിടെ തീരുകയാണ്. സിമ്പിൾ പ്രോട്ടീൻസ് പ്രധാനമായിട്ടും ഗ്ലോബുലാർ പ്രോട്ടീൻസും സ്ക്ലീറോ പ്രോട്ടീൻസും തിരിച്ചിട്ടുണ്ട്. ഗ്ലോബുലാർ പ്രോട്ടീൻസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സ്ക്ലീറോ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഫൈബ്രസ് പ്രോട്ടീൻസിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? അപ്പോൾ അത്രയും ക്ലിയർ ആയി. ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ബാക്കിലോട്ട് എടുക്കുക, ഒന്നുകൂടെ ഒന്ന് വായിച്ച് പഠിക്കുക കേട്ടോ. അല്ലാതെ നമുക്ക് വീഡിയോ ലെങ്തി ആയി പോവും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, കുറച്ചുകൂടെ ഉണ്ട്, പക്ഷേ നമുക്ക് ഇന്നിവിടെ നിർത്താം. നമുക്ക് ഇന്നിവിടെ നിർത്താം. സിമ്പിൾ പ്രോട്ടീൻസിനെ നിർത്തുകയാണ്. ബാക്കി നമ്മൾ, കാരണം ഇത്തിരി ലെങ്തി ആയിപ്പോയി. ഇത്രയുമെങ്കിലും നിങ്ങൾ ആദ്യം പഠിക്കുക. നമ്മൾ ആദ്യം എന്തൊക്കെ പഠിച്ചു? പ്രോട്ടീൻസിന്റെ ഇൻട്രൊഡക്ഷൻ പഠിച്ചു, പിന്നെ പ്രോട്ടീൻസിന്റെ ഫംഗ്ഷൻ മെയിനായിട്ട് 2 ടൈപ്പ് പഠിച്ചു, പിന്നെ അമിനോ ആസിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ, ന്യൂട്രീഷണൽ ക്ലാസിഫിക്കേഷനും, പിന്നെ നമ്മുടെ ഇത് മെറ്റബോളിക് ഫേറ്റ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ 2, അമിനോ ആസിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻ്റെ ഫംഗ്ഷണൽ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, അടുത്ത കെമിക്കൽ നാച്ചുറൽ ആൻഡ് സോല്യൂബിലിറ്റി തുടങ്ങി അതിന്റെ മെയിൻ ഡിവിഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞു. അതിൽ സിമ്പിൾ പ്രോട്ടീൻസ് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി കോൺജുഗേറ്റഡ് പ്രോട്ടീൻസും ഡിറൈവ്ഡ് പ്രോട്ടീൻസിന്റെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത പോർഷനുമായിട്ട് നമ്മൾ അടുത്ത കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത ക്ലാസ് നാളെ നമ്മൾ ബാക്കി പഠിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ സജസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് എഴുതുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും ഫിനിഷായി വരുന്നുണ്ട്. എടുത്ത ക്ലാസ്സുകളെല്ലാം കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.